സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആകാശപ്പൊയ്കയിലും വിളിയാമ്പലും അക്കരെ ചെന്താരും നട്ടതാരോ. പൂവിന്നു സൗരഭ്യം തേനിന്നു മാധുര്യം പാലിന്നു ധാവല്യം ചേർത്തതാരോ. സർവചരാചര വസ്തുക്കൾക്കീശനായി സർവദാ കാക്കുമാറായിടട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ, പാരിടം പാവനമായിടട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ, പാരിടം പാവനമായിടട്ടെ. ഓ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷഷ്ടോധ്യായഃ. ആത്മസംയമയോഗഃ. ശ്രീഭഗവാൻ ഉവാച. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഃ. താൻ തന്നെയാണ് ഉയർത്തേണ്ടത്. താൻ തന്നെ താഴ്ത്തുകയുമരുത്. താൻ തന്നെയാണ് തന്റെ ശത്രുവും താൻ തന്നെയാണ് തന്റെ ബന്ധുവും. ഹരി ഓം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നാം എന്താണെന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു. നന്ദി. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ വായിക്കുന്നത് ദീപക് എം. ബുൾഡോസർ രാജിന് കടിഞ്ഞാണിട്ട് സുപ്രീം കോടതി. കുറ്റാരോപണം നേരിടുകയോ കുറ്റവാളിയെന്ന് തെളിയുകയോ ചെയ്യുന്ന വ്യക്തിയെ ശിക്ഷിക്കാനായി അവരുടെ വീടോ കെട്ടിടങ്ങളോ പൊളിക്കരുതെന്ന് സുപ്രീം കോടതി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ബുധനാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. വയനാട്ടിൽ 64.71%, ചേലക്കരയിൽ 72.77% പോളിംഗ് രേഖപ്പെടുത്തി. 6 ബഹിരാകാശ സഞ്ചാരികളുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു ദിവസം ചിത്രീകരിക്കുന്ന ഓർബിറ്റൽ എന്ന നോവലിന്റെ രചയിതാവായ ബ്രിട്ടീഷ് സാഹിത്യകാരി സാമന്ത ഹാർവിക്ക് ബുക്കർ സമ്മാനം. വിദേശ മാതൃകയിലുള്ള ലൈറ്റ് ട്രാം പദ്ധതി കൊച്ചിയിൽ നടപ്പാക്കുന്നതിന്റെ സാധ്യതാ പഠനം നടത്തുന്നതിന് അനുമതി തേടാൻ അധികൃതർ. മണിപ്പൂരിൽ വീണ്ടും അക്രമ സംഭവങ്ങൾ ഉടലെടുത്തതോടെ സംസ്ഥാനത്തേക്ക് 20 കമ്പനി സായുധ സേനയെ അയച്ച കേന്ദ്രം. മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നാളെ തുറക്കും. അന്താരാഷ്ട്ര വാർത്തകൾ. ശ്രീലങ്കയിൽ ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ 6 വിക്കറ്റിന് 219 റൺസിലെത്തി. തിലക് വർമ്മയ്ക്ക് സെഞ്ചുറി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹരിയാനയ്ക്കെതിരെ ബാറ്റിംഗിനിറങ്ങിയ കേരളം ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 138 റൺസിലെത്തി. ഇന്നത്തെ പത്രവാർത്ത സമാപിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. ഒന്നാമത്തെ പുതിയ പദം മൂർത്തിമത് ഭാവം. ഇതിന്റെ അർത്ഥം കാഠിന്യമുള്ള ഭാവം. ഇത് വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ധർമ്മത്തിന്റെയും നീതിയുടെയും കാരുണ്യത്തിന്റെയും മൂർത്തിമത് ഭാവമാണ് വാൽമീകി രാമായണത്തിലെ ശ്രീരാമൻ. പുതിയ പദം സാക്ഷാത്കാരം.
അർത്ഥം പ്രത്യക്ഷപ്പെടൽ. ചരിത്രത്തിൽ മനുഷ്യൻ നടത്തിയ നിർണായകമായ കാൽവെപ്പാണ് കൃഷിയുടെ പ്രത്യക്ഷപ്പെടൽ. നമസ്കാരം. നന്ദി. കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജിയെ വിളിച്ചു. 1789 നവംബർ 14 അലഹാബാദിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസവും അതിനുശേഷം നിയമപഠനവും പൂർത്തിയായി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹം 1964 അന്തരിച്ചതിനു ശേഷം അദ്ദേഹത്തോടുള്ള കുട്ടികളുടെ അതിയായ മത്സരത്തിന്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ശിശുദിനം കേവലം ഒരു ദിനാചരണവും ആഘോഷവും മാത്രമല്ല, കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ക്ഷേമത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ശിശുദിനം. നമ്മുടെ സമൂഹത്തിലെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശിശുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുട്ടികളെ നന്നായി വളർത്തിയെടുക്കുമ്പോൾ അവർ ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പ്രാപ്തരാകുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അച്ചടക്കത്തിന്റെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും മൂല്യം മനസ്സിലാക്കി വളർന്നുവരുന്ന കുട്ടികൾ ജീവിത വിജയം കൈവരിക്കാൻ പ്രാപ്തിയുള്ളവരും രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്നവരുമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് നിങ്ങൾ സ്വായത്തമാക്കുന്ന മൂല്യങ്ങൾ നാളെ നിങ്ങളാകുന്ന മുതിർന്നവരെ രൂപപ്പെടുത്താൻ ഉതകുന്നതായിരിക്കും. ഈ ദിവസം ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അറിവ് സമ്പാദിക്കാനുള്ള ജിജ്ഞാസയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അന്വേഷണാത്മകതയും ജീവിതത്തിലുടനീളം കഴിയാതിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ആശംസിച്ചുകൊള്ളുന്നു. ജീവിതത്തിൽ നാം സമ്പാദിക്കുന്ന ഒന്നുകൊണ്ടും പകരം വയ്ക്കാൻ സാധിക്കാത്ത മനോഹരമായ കാലഘട്ടമാണ് ഭാവി. എല്ലാവർക്കും ബാല്യം നന്നായി ആസ്വദിക്കാനും അത് പൂർണ്ണ ഹൃദയത്തോടെ ആസ്വദിക്കാനും നല്ല കുട്ടികളായി നല്ല വ്യക്തികളായി വളർന്നവരാനും കഴിയട്ടെ ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു ശിശുദിനം നേർന്നുകൊണ്ടു നിർത്തുന്നു. നന്ദി, നമസ്കാരം. How are you? Are you happy today? Good. Happy Children's Day. So ma'am has told you why are you celebrating Children's Day and in whose memory we are doing it. The most beautiful period of your life is childhood. Very innocent life, right? Are you that innocent? Only these small kids are saying yes. Why there is no sound from the back? The innocence is lost by age 10. Complete silence. But see, if you are honest, you will not worry about anything. You will be happy, others will also be happy in your presence. But the moment you lost your honesty, there you lost everything. Then you will be more conscious about whatever you are doing, because the guilty feeling is coming from inside. So try to be honest. Not only try, you have to be honest in your life so that you will be successful.